കുടുങ്ങി കുടുങ്ങി, ഞാൻ ശരിക്കും കുടുങ്ങി. അയ്യോ, സംശയമുണ്ടോ? പോപ്പട്ടെ, താഴേക്ക് വാ. എടോ, എന്റെ കപ്പലണ്ടിയും കടലയൊക്കെ താഴെ പോയി. ഇതിനാരും സമാധാനം പറയും? സോറി ചേട്ടാ, ഒരബദ്ധം പറ്റിയതാ. ഞാൻ ഇതിന്റെ പൈസ തരാം. ഈ കപ്പലണ്ടിയും കടലയും എത്ര രൂപയ്ക്കാ വിൽക്കുന്നേ? ഒരു പൊതിക്ക് 20 രൂപയാ. നിങ്ങളുടെ ആരോഗ്യത്തിന്റെ വില വെറും 100 രൂപ. 100 രൂപ. സംശയമുണ്ടോ? വേഗം വാങ്ങൂ, ഓർഗാനിക്, 0 കലോറി, നല്ല ചൂട് കപ്പലണ്ടി. വാങ്ങൂ വാങ്ങൂ. എനിക്ക് വേണം കപ്പലണ്ടി. വേഗമാവട്ടെ, ആദ്യം വരുന്നവർക്ക് ആദ്യം തന്നെ കിട്ടും ചൂടുള്ള കപ്പലണ്ടി, കടല. സംശയമുണ്ടോ? നോക്കി നിൽക്കാതെ വേഗം വിറ്റ് കാശാക്കാൻ നോക്ക്. ബേബി, ഇത് ഞാൻ നടന്നോണ്ട് കഴിക്കുകയാണെങ്കിൽ വേഗം മെലിഞ്ഞു കിട്ടില്ലേ? അതെ അതെ, കഴിച്ചു കഴിച്ചു. നീ എങ്ങോട്ടാ പോയത്? ഞാൻ ജോലിക്ക് പോയതാ മേഡം. എനിക്കൊരു 15,000 രൂപ തരണം. 15,000 രൂപ കൊണ്ട് നീ എന്ത് ചെയ്യാനാ? മേഡത്തിനെ ഞാൻ ഫിറ്റ് ആക്കും. സംശയമുണ്ടോ? അതിന് ഞാൻ ഓൾറെഡി ഫിറ്റ് ആണല്ലോ. ദേ നോക്കിയേ. 15,000 ഫിറ്റ്നസും തമ്മിൽ എന്താ ബന്ധം? പ്രായം 19 ആയാലും 49 ആയാലും മേഡമാകും ഫിറ്റ് ആൻഡ് ഫൈൻ. കുറയ്ക്കുന്നു ശരീരത്തിലെ എക്സ്ട്രാ ഫാറ്റ്, മേഡത്തിന്റെ ശരീരത്തെയാക്കും ഫിറ്റ്. അതാണ് ഈ സ്ലിം ബെൽറ്റിന്റെ ഗുണം. മാഡത്തിന് ഇതിന്റെ ആവശ്യമൊന്നും തന്നെ ഇല്ല. എങ്കിൽ എന്റെ കയ്യിൽ സോപ്പ്, എണ്ണ, അങ്ങനെ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. സംശയമുണ്ടോ? എടാ, മേഡത്തിന്റെ കയ്യിൽ ഇതൊക്കെ ഉണ്ട്. പോപ്പട്ടും കഴുതയെന്നാ എനിക്ക് തോന്നുന്നത്. നിൽക്കൂ കുട്ടികളെ, നിങ്ങൾ ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കുന്നത്. പോപ്പറ്റെ, നീ എന്തായാലും ആദ്യമായല്ലേ ജോലി തുടങ്ങുന്നത്. എന്നാൽ ആദ്യത്തെ സാധനം ഞാൻ തന്നെ വാങ്ങിക്കാം. ഇതിൽ ഏറ്റവും വില കൂടിയ സാധനം എനിക്ക് തന്നോളൂ. എങ്കിൽ ഈ ക്രീം എടുത്തോളൂ. ഇതിന് വെറും 5,000 രൂപ മാത്രമേ ഉള്ളൂ. ഹലോ ഡോക്ടർ ബാലു, താങ്കൾ ചെളിയിൽ വല്ലതും വീണായിരുന്നോ? ഇവിടെ ഒരു തന്റെ തലയെന്ന ചെളിക്കുണ്ടില് ബുദ്ധി എന്ന ചെടി പുഴു തിന്നിരിക്കുകയാണ്. ഞാൻ ചെളിയിൽ വീണിരുന്നെങ്കിൽ ഇവിടെ ക്ലിനിക്കിൽ വന്നിരിക്കുമായിരുന്നോ? അതും ശരിയാ. താങ്കളുടെ മുടിയുടെ ബലമൊക്കെ പോയതുപോലെയാ എനിക്ക് തോന്നുന്നത്. താങ്കൾ ബാലചന്ദ്ര എണ്ണ ഉപയോഗിച്ചാൽ വളരെ നന്നായിരിക്കും. മുടിയുടെ ബലവും ആരോഗ്യവും വർദ്ധിക്കും. അതും 10 ദിവസത്തിനുള്ളിൽ. സംശയമുണ്ടോ? ഇവിടെ ഒരു നീ പറഞ്ഞതാണെങ്കിൽ എണ്ണ വളരെ നല്ലതായിരിക്കും. തന്നോളൂ. എങ്കിൽ ഒരു 4,000 രൂപ തരൂ. ഖന്ന സാറേ, സാറിന് മേക്കപ്പ് ചെയ്തായിരുന്നോ? ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ഞാൻ പറയും പാക്കപ്പ്. ഞാൻ എന്തിനാ വെറുതെ ചെയ്യുന്നത്? മേക്കപ്പ് അടികൈ. ഓ, സാറിന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. അപ്പൊ സാറിന്റെ മുഖത്ത് എന്തോ പ്രശ്നമുണ്ട്. എന്റെ അമ്മാവന്റെ മോൻ ഇന്നലെ വരച്ചോര് മരച്ചില്ല. ഈയിടെയായിട്ട് ഞാൻ നന്നായിട്ടൊന്നും കഴിക്കാറില്ല. നിങ്ങളെ പോലെയുള്ളവർക്ക് വേണ്ടി ഇതാ വിക്കിയുടെ വിറ്റാമിൻ. ഇതിലുണ്ട് A to Z വിറ്റാമിനുകളും. ഇതിന്റെ ഗുണം കിട്ടും വെറും 10 ദിവസത്തിനുള്ളിൽ. സംശയമുണ്ടോ? നീ പറഞ്ഞ സ്ഥിതിക്ക് അതിൽ സംശയിക്കാനില്ലല്ലോ. 2 കുപ്പി തന്നേക്ക്. ദാ, താങ്ക് യു കന്ന സാർ, താങ്ക് യു. ഇവിടെ ഒരു എന്റെ പേരാണ് പോപ്പട്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും പിടിച്ചു വട്ട്. നീ എന്ത് പ്രൊഡക്റ്റാണ് ഞങ്ങൾക്ക് തന്നത്? കണ്ടില്ലേ ഇപ്പോഴത്തെ ഞങ്ങളുടെ അവസ്ഥ. ഡോക്ടർ ബാലു, താങ്കളുടെ ശബ്ദം മാത്രം കേൾക്കാൻ പറ്റുന്നുള്ളൂ. താങ്കൾ എവിടെയാണ്? ഈ മുടിയുടെ കാടുകൾക്കുള്ളിലാണ്. പോപ്പട്ടിന്റെ എണ്ണ എന്നെ ഇങ്ങനെയാക്കി മാറ്റി. നോക്കൂ നോക്കൂ, ഇവന്റെ ക്രീം കാരണം എന്റെ അവസ്ഥ ഇപ്പൊ എങ്ങനെയായെന്ന്. പക്ഷെ നിങ്ങൾ ആരാണ്? എന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല? എന്റെ ഹസ്ബൻഡ് ബോക്സർ ആണ്, ബോക്സർ. നിങ്ങൾ എങ്ങനെ തിരിച്ചറിയാനാണ്? എന്നെ എന്റെ ഹസ്ബൻഡ് പോലും ഇപ്പൊ നേരെ തിരിച്ചറിയുന്നില്ല. കോമഡികൾ കണ്ടാണ് ആൾക്കാർ ചിരിക്കുന്നത്. ടോയ്ലറ്റിന് പുറത്ത് ഞാൻ പായ വിരിച്ചാണ് കിടക്കുന്നത്. നോക്കിയേ, നീ ഇത് കണ്ടില്ലേ? എന്റെ മുഖത്തെല്ലാം മുഖക്കുരു വന്നിരിക്കുന്നു. ഞാനിതെന്തായി ചെയ്തത്? എന്നോടുള്ള വിശ്വാസം കൊണ്ടാ എല്ലാവരും സാധനങ്ങൾ വാങ്ങിയത്. എന്നിട്ട് എല്ലാവർക്കും ഈ അവസ്ഥ വന്നല്ലോ. സംശയമുണ്ടോ? പോപ്പട്ടെ, നീ എന്തിനാണ് ഇങ്ങനെ സങ്കടം വന്ന പോലെ അഭിനയിക്കുന്നത്? ആൾക്കാരെ വ്യാജ സാധനങ്ങൾ കൊടുത്ത് പറ്റിച്ചു. നീ ഫ്രോഡാണ്. ഞാൻ ഫ്രോഡല്ല, ഫ്രോഡ് ഐഡിയ ആണ്. ഞാൻ സത്യസന്ധമായി സാധനങ്ങൾ വിറ്റ് ആ ലേഡിക്ക് പൈസ കൊടുത്തു. എനിക്ക് അവരുടെ ഓഫീസ് അറിയാം. എന്നെ ഇങ്ങനെ പറ്റിച്ച അവരെ ഞാൻ വെറുതെ വിടില്ല. പണം കിട്ടിക്കഴിഞ്ഞാൽ അവരവിടെ നിൽക്കുവോ? അവരെപ്പോഴേ മുങ്ങിക്കാണും. നീ അവരുടെ വാക്ക് കേൾക്കാൻ പാടില്ലായിരുന്നു പോപ്പട്ടെ.
എനിക്കൊരു തെറ്റ് പറ്റി. അവരെന്നെ പുകഴ്ത്തിയപ്പോ ഞാൻ വീഴാൻ പാടില്ലായിരുന്നു. സംശയമുണ്ടോ? ഐഡി നിങ്ങൾ തന്നെയാണ് വെയിറ്റ് ചെയ്തിരുന്നത്. പ്രോഡക്ട്സ് റെഡിയാണ്. ടീമിനോട് വന്ന് കൊണ്ടുപോയിക്കോളാൻ പറയൂ. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇതെല്ലാം 10 ദിവസം കൊണ്ട് വിറ്റ് തരണം. എന്തിനാ വെറുതെ 10 ദിവസം വെയിറ്റ് ചെയ്യുന്നത്? ഇന്ന് തന്നെ എല്ലാം തീർത്തേക്കാം. സംശയമുണ്ടോ? ഗുഡ്, വെരി ഗുഡ്. മാഡം, എന്റെ കയ്യിൽ ഒരു ബെൽറ്റ് ഉണ്ട്. അതെ, നിങ്ങളുടെ സ്ലിം ബെൽറ്റ് 10 ദിവസം കൊണ്ട് റിസൾട്ട് തരും. പക്ഷേ ഈ ബെൽറ്റ് 10 മിനിറ്റ് കൊണ്ട് റിസൾട്ട് തരും. അത് ശരി. ആ അതെ കിറ്റി, മാഡത്തിന് ഡെമോ ഒന്ന് കാണിക്കേ. വ്യാജ സാധനങ്ങൾ തന്ന് എന്റെ പേര് ചീത്തപ്പേരാക്കിയില്ലേ? ഇനി ശരിക്കുള്ള ബെൽറ്റിന്റെ പവർ അറിയാം. സംശയമുണ്ടോ? എങ്ങോട്ടാ ഓടുന്നത്? നിക്കവിടെ. നീ കാരണം എന്റെ സാറ് കുറെ വിഷമിച്ചു. നിക്കവിടെ. എങ്ങോട്ടാ ഓടുന്നത്? ഇതാ പിടിച്ചോ, ഇതാ പിടിച്ചോ. അയ്യോ എന്റെ അമ്മച്ചി, കിട്ടിയ നീ എന്തിനാ എന്നെ അടിച്ചത്? അത് ശരി, ഇത്ര ആൾക്കാരുണ്ടായിട്ട് രക്ഷപ്പെടാൻ നോക്കുകയാണോ? നിനക്ക് ഇതുപോലെ ജയിലിനകത്ത് രക്ഷപ്പെടാൻ കഴിയുമോ? ജയിലോ? ഐഡി ജയിലിലേക്ക് പോവില്ല. ഐഡി ജയിലിലേക്കും പോവും. കൂടാതെ 5 വർഷം തട്ടിപ്പ് കേസിൽ ജയിലിലും കിടക്കും. മാത്രമല്ല എല്ലാവരുടെയും പൈസ തിരിച്ചു കൊടുക്കുകയും ചെയ്യും. സംശയമുണ്ടോ? എത്ര നാൾക്ക് ശേഷം ഞാൻ നിന്നെ കാണുന്നത്. നീ ഇങ്ങനെ ഒരുപാട് നേരം കിടന്ന് കറങ്ങല് ബ്രാവോ. നിന്റെ തല കറങ്ങും. മാഡത്തിനെന്തോ സംഭവിച്ചിട്ടുണ്ട്. മേഡത്തിന് എന്താ പറ്റിയത്? എനിക്കറിയില്ല. നിന്നെ കണ്ടിട്ട് ഒരുപാട് നാളായെന്ന് ഫാനിനെ നോക്കി പറയുന്നത് ഞാൻ കേട്ടു. അതിനിപ്പോ എന്താ, ഫാൻസിനെ ഒന്നും ദിവസം ആരും കാണാറില്ലല്ലോ. എടാ ഹണി, മാഡം ഫാനിനോട് പറഞ്ഞത് നീ ഇങ്ങനെ ഒന്ന് കറങ്ങല്ലേ, നിനക്ക് തലചുറ്റ് വരുമെന്നാണ്. കൂടാതെ ഒരു ഫാൻ ഇട്ടിരിക്കുന്ന പേര് ബ്രാവോ എന്നാണ്. അപ്പൊ മേഡത്തിനൊന്നും പറ്റിയില്ല. നിനക്കാ പറ്റിയത്. നീ ഇപ്പൊ ഹണിയായി മാറി. സംശയമുണ്ടോ? നിങ്ങൾക്ക് തമാശ തോന്നുന്നെങ്കിൽ നേരിട്ട് വന്ന് നോക്ക്. ബ്രാവോ, മതി കുസൃതി കാണിച്ചത്. വാ എന്റെ അടുത്തേക്ക് വാ, വേഗം വാ വാ. മേഡത്തിന് എന്തോ ശരിക്കും പറ്റിയിട്ടുണ്ട്. എടാ, മേഡത്തിന് ഡോഗിയുടെ ആത്മാവിനെ കാണാൻ പറ്റുന്നുണ്ട്. സംശയമുണ്ടോ? ഒന്നും മിണ്ടാതിരിയടാ. ആത്മാവും പ്രേതവും അങ്ങനെ ഒന്നും ഇല്ല. ഓഹോ, നിന്റെ സ്വഭാവം ഇപ്പോഴും മാറിയിട്ടില്ലല്ലേ? ശരി വാ, ഈ ആപ്പിള് കഴിക്കേ. നോക്കൂ കുട്ടികളെ, നിങ്ങൾ ഇവനെ പേടിക്കേണ്ട ഒരാവശ്യമില്ല. ബ്രാവോ വളരെ സ്വീറ്റ് ആണ്, സത്യമായിട്ടും. മാഡം, ഇത് ബ്രാവോ അല്ല, ബ്രാവോയുടെ പ്രേതമാണ്. നിങ്ങൾ വീണ്ടും പേടിക്കണ്ട. ഞാൻ ഇവനെ എന്റെ മുറിയിൽ സൂക്ഷിച്ചോളാം. ഒരുപാട് രാത്രിയല്ലേ, ചെല്ല് എല്ലാരും പോയി ഉറങ്ങാൻ നോക്ക്. ഓ എന്റെ ബ്രാവോ, ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല നിന്നെ വീണ്ടും കാണാൻ കഴിയുമെന്ന്. അയ്യോ, പിടിച്ചേ! എന്നെ ബ്രാവോയുടെ പ്രേതം കയറി പിടിച്ചേ. സംശയമുണ്ടോ? എടാ സംശയരോഗി, ഇത് എന്റെ കയ്യാ. ഇനി നിനക്കെന്തുവാടാ പ്രശ്നം? ബ്രാവോയുടെ പ്രേതം. ആരാ? എടാ, ഇത് നമ്മുടെ സോർദാറാണ്. സംശയമുണ്ടോ? അപ്പൊ സോർദാർ ബ്രാവോയുടെ ആത്മാവായിട്ട് മാറിയോ? സോർദാർ തന്നെയാ. നമ്മളാണ് പ്രേതമെന്ന് വിചാരിച്ചത്. ഇവൻ ബ്രാവോയുടെ പ്രേതം അല്ലെന്ന് സമ്മതിച്ചു. പക്ഷെ നമ്മുടെ ഈ വീട്ടിൽ ബ്രാവോയുടെ പ്രേതം ഉണ്ടല്ലോ. സംശയമുണ്ടോ? ഇല്ല ഇല്ല, ഒരു സംശയവും ഇല്ല. നാളെ ചിലപ്പോ ബ്രാവോ ഈ വീട് വിട്ട് പോയെന്ന് വരാം. അതുകൊണ്ട് എല്ലാരും പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. വരൂ, നമുക്ക് ആ റോളർ കോസ്റ്റർ റൈഡ് നിർത്താം.
ദേ നോക്കി, ബ്രാവോയുടെ മുഖത്ത് സന്തോഷം കണ്ടില്ലേ? ഏയ്! അയ്യോ! ഈ പോലീസ് ആരെ പിടിക്കാനാണ് വരുന്നത്? ഞാൻ പറയുന്നത് കേക്കൂ, നിൽക്കൂ. പാണ്ഡേ, എന്റെ പുറകെങ്ങാനും വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പെണ്ണിനടുത്ത് താഴേക്കിടും. പറഞ്ഞില്ല എന്ന് വേണ്ട. ബ്രാവോ! എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി വേഗം ഒരു കാർ അറേഞ്ച് ചെയ്യാൻ നോക്ക് പാണ്ഡേ. നാല് വശത്തൊന്നും വളഞ്ഞിരിക്കുകയാണ്. നീ കീഴടങ്ങാണ് നിനക്ക് നല്ലത്. ഇവരെ താഴേക്കിടട്ടെ. ഇടട്ടെ, ഇടട്ടെ. വേണ്ട, ഞാൻ എത്രയും പെട്ടെന്ന് കാർ അറേഞ്ച് ചെയ്യാം. കൊച്ചലിയ, നമ്മുടെ മേഡം അപകടത്തിലാണ്. ഈഷ്, ആരും പട്ടത്തിനെ കാണിക്കരുത്. അയാളുടെ തലയ്ക്ക് നല്ല സുഖമല്ല. അയാൾ തീർച്ചയായിട്ടും മേഡത്തെ മുകളിലും താഴേക്ക് എറിയും. അങ്ങനെ ചെയ്യരുത്, അയാൾ മേഡത്തിനെ താഴേക്ക് തള്ളിയിടും. മേഡം ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങൾ മേഡത്തിനെ രക്ഷിക്കാൻ വന്നോണ്ടിരിക്കാണ്. രക്ഷിക്കാൻ വരുവാണോ? എന്നാലും ഞാൻ രക്ഷിച്ചെടുത്തോ. അയ്യോ! മേഡം, ഈ കയറിൽ പിടിക്ക്. അടിച്ചു, പൊളിച്ചു, തിമിർത്തു. ഹലോ ആശാനെ, എടാ തൊപ്പിക്കാരാ, തനിക്കിപ്പോ അറിയോ ആരെയാ വെല്ലുവിളിച്ചെന്ന്? ഇല്ല, ആരെയാ ഞാൻ വെല്ലുവിളിച്ചത്? അത് ഞങ്ങൾ പറഞ്ഞു തരാം. ഓ, Thank you, വളരെ. നിങ്ങൾ എപ്പോഴും പോലെ ഇപ്പോഴും പോലീസിനെ സഹായിച്ചിരിക്കുകയാണ്. താങ്ക് യു കുട്ടികളെ. ഞാൻ വിചാരിച്ചത് മേഡത്തിന് ഞാനാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നാണ്. പക്ഷെ ഇവർ നാലുപേരും എന്നെക്കാൾ കൂടുതൽ മേഡത്തിന് സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ പോകുകയാണ് മേഡം. അല്ല, ഇത്രയും പെട്ടെന്ന് എങ്ങനെ ഈ കാട് ഇത്ര പച്ചയായി മാറിയത്? ഓ, പോപ്പറ്റിനെയാണ് ക്യാമറ സൂം ചെയ്തത്. ശരി, ബാക്കിയുള്ള മോഡൽസ് മുന്നോട്ട് വരൂ, നമുക്ക് ഫോട്ടോഗ്രാഫി തുടങ്ങാം. കിറ്റി, ആദ്യം എന്റെ ഫോട്ടോ എടുത്തുകൊണ്ട് ഫോട്ടോഗ്രാഫി പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യേ. അല്ല കിറ്റി, ഞങ്ങളുടെ ഫോട്ടോ ആദ്യം എടുക്ക. ഓ, വഴക്കുണ്ടാക്കല്ലേ, ഞാൻ എല്ലാവരുടെ ഫോട്ടോ എടുക്കാം. ആരുടെ ഫോട്ടോയാണോ ഏറ്റവും നന്നായിട്ടുള്ളത് അയാളുടെ ഫോട്ടോ ഞാൻ ഫ്രെയിം ചെയ്ത് അത് വലിച്ചെറിയോ? അയ്യോ അല്ല. അപ്പൊ പിന്നെ വേസ്റ്റ് ബോക്സിൽ ഇടുമായിരിക്കും. ഓഹോ, അല്ലട മരമണ്ട, ഞാൻ എന്റെ റൂമിലെ ഭിത്തിയിൽ വെക്കും. അപ്പൊ മിക്കവാറും എന്റെ ഫോട്ടോ തന്നെ ആയിരിക്കും. കിറ്റി പറഞ്ഞു വരുന്നത് സണ്ണിയുടെ ഫോട്ടോയെ കുറിച്ചാണെന്നാ ഞാൻ വിചാരിച്ചേ. കാരണം വേസ്റ്റ് ബോക്സിൽ ഇടാനും വലിച്ചെറിയാനും പറ്റിയ ഫോട്ടോയാണല്ലോ സണ്ണിയുടേത്. എന്നാ വാ, നമുക്ക് തുടങ്ങിക്കളയാം. ലൈറ്റ്, ക്യാമറ, ആക്ഷൻ. അതിന് ഇത് സിനിമ ഷൂട്ടിംഗ് ഒന്നും അല്ല, എടുക്കാൻ പോകുന്നത് ഫോട്ടോയാ. ഐ ആം ഫോട്ടോജനിക് പോപ്പർ. ഇതാ എന്റെ ചുണ്ടു പോലും ക്യാമറ ഷേപ്പിലുള്ളതാണ്, അതിൽ ആർക്കും ഒരു സംശയം വേണ്ട. നിന്റെ മണ്ടത്തരൊക്കെ പറഞ്ഞു കഴിഞ്ഞെങ്കിലേ എന്റെ ഫോട്ടോ ഒന്ന് എടുത്ത് തുടങ്ങാമായിരുന്നു. വരൂ, കാർഡ് ബാക്ക്ഗ്രൗണ്ട് ആക്കി നമുക്ക് ഫോട്ടോസ് എടുക്കാം. ആഹാ. എന്നാ വേഗം കൂട്ടുകാരെ വരൂ, തയ്യാറായിക്കോ. അയ്യോ അയ്യോ, ഇതെന്താ ഇങ്ങനെ ചൊറിയുന്നേ? ഹണി, ഞാൻ വീഴാൻ പോവാ, എന്നെ ഒന്ന് രക്ഷിക്കേ.
ദാ പിടിച്ചോ കൊച്ചളിയാ. കരിക്ക് കുടിച്ചോണ്ട് പതിയെ വീണാ മതി. ഹണി ഒന്ന് അനങ്ങാതെ അവിടെ തന്നെ നിക്കാൻ നോക്ക്. ഫോട്ടോ ബ്ലർ ആയി പോകും. സ്റ്റാച്ചു സ്റ്റാച്ചു എന്ന് പറഞ്ഞു. ഇനി അനങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ ശിക്ഷയായിട്ട് 10 ഇടിയായിരിക്കും കിട്ടുന്നത്. എടാ അനങ്ങാതെ എങ്ങനെയാ ചൊറിയാൻ കഴിയുക? കൂട്ടുകാരെ, ചന്ദ്രനിൽ വെള്ളമുണ്ട്. ഞാനത് വളരെ വ്യക്തമായിട്ട് കണ്ടു. ഓഹോ എടാ മണ്ട, അത് ചന്ദ്രനല്ല, ദാ തൊട്ടടുത്തുള്ള പുഴയാ. എന്റെ ലെൻസ് വേഗം തിരിച്ചതാ. നീ എന്റെ ബൈസപ്സിന്റെ ഫോട്ടോ ഒന്ന് എടുക്കാവോ? ദാ നോക്കിയേ, ഇത് നല്ല ഫോട്ടോ അല്ലേ? ചിരിക്കണ്ട, ഫോട്ടോ നന്നായിട്ട് വന്നിട്ടുണ്ട്. എന്നാലും കിറ്റി, എനിക്ക് തോന്നുന്നത് നീ നല്ലൊരു ഫോട്ടോഗ്രാഫറിന്റെ അടുത്ത് ശിഷ്യയായിട്ട് ചേരുന്നതായിരിക്കും നല്ലത്. നിന്നെ ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാനായിട്ട് ഞാനൊരു നല്ല ആളിനെ അറേഞ്ച് ചെയ്ത് തരാം. അദ്ദേഹം ലോകത്തിലെ ഏറ്റവും നല്ല ഫോട്ടോഗ്രാഫറാണ്. അദ്ദേഹത്തെ എനിക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇവരെ കൊണ്ടൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല. അയ്യോ പാവം, ഇതിലും വലുതെന്തോ വരാനിരുന്നതാ. ആരും ചിരിക്കണ്ട. ദാ കണ്ടില്ലേ, പാവ സണ്ണിയുടെ തല മുറിഞ്ഞു. തല മുറിഞ്ഞെന്നോ? അയ്യോ അങ്ങനെ ഒന്നുമില്ല കിറ്റി, ഞാനേ നല്ല സ്ട്രോങ് ആണ്. എന്നാ ഇപ്പൊ തന്നെ ഞാൻ പോയിട്ട് ആ സ്പെഷ്യൽ ഫോട്ടോഗ്രാഫറിനെ വിളിച്ചുകൊണ്ട് വരാം. അടുത്ത ലൊക്കേഷൻ നമുക്ക് കാണാം. ആ കിറ്റി, ഇദ്ദേഹം നമ്പർ 1 ഫോട്ടോഗ്രാഫറാണ്. ചാക്കോ മെഗാ പിക്സൽ. ഇദ്ദേഹം ഒരു കൈ കൊണ്ട് എടുക്കുന്ന ഫോട്ടോ മറ്റുള്ളവരെ കൊണ്ട് 2 കൈ കൊണ്ട് പോലും എടുക്കാൻ കഴിയുകയില്ല. അയ്യോ, ചാക്കോച്ച, നിങ്ങളൊരു കാര്യം ചെയ്യേ. ഇനി 2 കൈ കൊണ്ടും കൂടി ഒന്ന് പിടിക്കാൻ ട്രൈ ചെയ്ത് നോക്കേ. അതിലൂടെ നല്ല ഫോട്ടോയും കിട്ടും, പിന്നെ ക്യാമറയും താഴെ വീണ് പൊട്ടാതെ കിട്ടില്ലേ. ഫോട്ടോ എടുക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് ജോക്ക് അടിക്കൂ, പിന്നെ ജോറായിട്ട് പറയൂ. ആദ്യം നിങ്ങൾ പ്രാക്ടിക്കൽ പഠിപ്പിക്കൂ ചാക്കോച്ചാ. ആദ്യം നിങ്ങളുടെ 4 പേരുടെയും ഫോട്ടോസ് ഞാൻ എടുത്തു കാണിക്കാം. ചിക്ക, വേഗം റെഡി ആയിട്ട് നിന്നോ. ചിക്ക, അതെ, ഇനി എന്റെ ഊഴമാണ്. ആ കൈ ഒന്ന് കുറച്ച് പൊക്കി പിടിച്ചേ. ആ, ആ, ഇനി ആ 2 കാലും പൊക്കി പിടിക്കാം. ആ, 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 വലത് ഭാഗത്തുള്ള കൈ ഇടത് കാലിൽ പിടിക്കൂ, എന്നിട്ട് ഇടത് കൈ നടുക്ക് ഭാഗത്ത് കൊണ്ടുവരൂ. ഓ മതി. ചിക്ക, ചിക്ക, ചിക്ക. ചാക്കോ, തന്റെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ പറയണം കേട്ടോ. അതിപ്പോ ഞാൻ എന്താ പറയാ, എടുത്തിരുന്നെങ്കിൽ നല്ല ഫോട്ടോ ആയിരുന്നേനെ. പക്ഷെ ഞാൻ ക്യാമറയുടെ ഷട്ടർ തുറക്കാൻ മറന്നുപോയി. മോനെ, ഞാൻ മനസ്സുകൊണ്ട് നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എന്റെ സണ്ണി മോനെ, എന്നോട് ക്ഷമിക്ക്. ഞാൻ ദാ ഇവിടുന്ന് പറക്കാൻ പോവുകയാണ്. ഗുഡ് ബൈ. ചാക്കോ സാറിന്റെ കയ്യിൽ നിന്ന് ഞാനൊരു കാര്യം പഠിച്ചു. സ്വന്തം കാര്യം സ്വയം ചെയ്യണമെന്ന്. അതും തെറ്റുകൾ ചെയ്ത് ചെയ്ത് ശരിയിലേക്ക് കടക്കാം. കിറ്റി, നിനക്ക് ഫോട്ടോഗ്രാഫറിന്റെ ആവശ്യമില്ല. നമ്മൾ ചില കാര്യങ്ങൾ സ്വന്തമായിട്ട് പഠിക്കണം. അതിന് പരിശീലനത്തിന്റെ ആവശ്യമേ ഉള്ളൂ. ബണ്ണി പറയുന്നത് ശരിയാണ്. ഞാൻ സ്വന്തമായാണ് പറക്കാൻ പഠിച്ചത്. സംശയമുണ്ടോ? അതുപോലെ ഞാൻ മണം പിടിക്കാനും. ഇവിടുന്ന് കുറെ അകലെയായിട്ട് സമോസയും ജിലേബിയും ഉണ്ടാക്കുന്നുണ്ട്. അതെനിക്ക് മണം പിടിച്ച് പറയാനാകും. പിന്നെ ഞാൻ എന്റെ ഹിഡൻ ടാലന്റ് ആണ്. ഞാൻ ആരെയും കാണിക്കാറില്ല. നിങ്ങൾ എല്ലായ്പ്പോഴും എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഫോട്ടോഗ്രാഫി പഠിച്ചെടുക്കും. അത്രേ ഉള്ളൂ കാര്യം. വൗ, ഈ ആംഗിൾ
വെച്ച് നോക്കുമ്പോ നല്ല ഫോട്ടോ കിട്ടാൻ ചാൻസ് ഉണ്ട്. പോസ് ചെയ് കൂട്ടുകാരെ, പോസ് ചെയ്. ഇതിൽ ആരാടാ തൊട്ടത്? ഇത് കിടന്ന് അനങ്ങുകയാണല്ലോടാ. ഞങ്ങളാരും തൊട്ടതുപോലും ഇല്ല. നീയല്ലേ അതിന്റെ മുകളിൽ കയറിയത്? രക്ഷിക്കണേ, എടുത്തോ, രക്ഷിക്കണേ, എടുത്തോ. വെല്ലുവിളിയാ, നീ എന്തോ ഈ പറയുന്നേ? ഞാൻ എന്നെ സ്വന്തമായിട്ട് രക്ഷിക്കാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ദാ കിറ്റി ഫോട്ടോ എടുക്കുന്ന കണ്ടില്ലേ? അതിനു വേണ്ടി സ്മൈലി പോസും കൊടുക്കുന്നുണ്ട് ഞാൻ. രക്ഷിക്കണേ, സ്മൈൽ. ഇതിനാണ് പറയുന്നത് മൾട്ടി ടാലന്റ്.